ഹലോ കൂട്ടുകാരെ, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്താണെന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്യൂട്ടി ടിപ്സാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ അണ്ടർ ഐ ഡാർക്ക്നെസ്സിനുള്ള മസാജുകളും റിങ്കിൾസിനുള്ള മസാജുകളും പഫ്നെസ്സിനുള്ള മസാജുകളും എല്ലാം മൊത്തത്തിലുള്ളൊരു മസാജൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഇന്നെന്താണെന്ന് അറിയണ്ടേ? എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ ഇന്നും ഡെയിലി ഇങ്ങനെ കണ്ണിനടിയിലിടാനായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തേക്കുന്നതൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണല്ലോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എടുത്ത് തേച്ച് പിടിപ്പിക്കാവുന്ന അടിപൊളി ഒരു അണ്ടർ ഐ ക്രീമായിട്ടും അണ്ടർ ഐ പായ്ക്കായിട്ടും ഉപയോഗിക്കാവുന്ന, ഇത് നമുക്ക് ഫേസിൽ വിടാവേ, ഒരു പ്രശ്നവുമില്ല. നമ്മുടെ മുഖത്തിടുന്നത് നമുക്ക് കണ്ണിൽ വിടാം. പിന്നെ കണ്ണിന്, ഇത് പ്രത്യേകിച്ച് കണ്ണിന് മാത്രമായിട്ട് തയ്യാറാക്കുന്നതാണ്. അതുകൊണ്ട് ഫേസിലിടുന്നതിന് യാതൊരു കുഴപ്പവുമില്ലേ. പക്ഷേ കണ്ണിന് മാത്രം. നമുക്ക് കണ്ണിന് എല്ലാവരുടെയും ഒരു പ്രശ്നം എന്താണ്? പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ഏജ് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഏരിയ ആണ് കണ്ണ്. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും റിങ്കിൾസും കണ്ണിന് ചുറ്റുമുള്ള കുഴികളും ഒക്കെയാണ് എടുത്തിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ നല്ല രീതിയിൽ ആദ്യം ഇവിടെ ഒന്ന് തിക്കായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. മസാജ് കഴിഞ്ഞതിന് ശേഷം കണ്ണിനകത്ത് പെട്ടെന്ന് പ്രായമായ പോലെ തോന്നിക്കുമല്ലേ? അപ്പോൾ നമുക്കത് ഭയങ്കര ഒരു വിഷമമാണ്. ഒരുപാട് പേര് വാട്സപ്പിൽ പറയുന്നുണ്ട് ഈ കണ്ണിനകത്ത് കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു. പിന്നെ കുറേ പേര് ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു എന്താ പറയുക മസാജും കാര്യങ്ങളും ചെയ്തിട്ട് കണ്ണിൻ്റെ റിങ്കിൾസ് കുറഞ്ഞിട്ടുണ്ട്, തടിപ്പ് കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്നുണ്ടെന്ന് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് എൻ്റെ വീഡിയോ മുമ്പോട്ട് എത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടുന്ന അറിവുകളല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരത് ചെയ്ത് നോക്കുമ്പോഴാണല്ലോ അവർക്ക് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ഇടാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വാട്സപ്പിൽ വരുന്നതാണെങ്കിൽ വാട്സപ്പിൽ പറയാനും മറക്കല്ലേ കേട്ടോ. എന്നാലേ നമുക്ക് മറ്റുള്ളവർക്കും പിന്നെയും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ, നിങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ടിപ്സ് മനസ്സിലായല്ലോ. അണ്ടർ ഐ ഡാർക്ക്നെസ്സും അതുപോലെ തന്നെ കണ്ണിൻ്റെ ചുളിവുകളും കണ്ണിൻ്റെ പഫ്നെസ്സും ഒക്കെ മാറ്റി നല്ല രീതിയിൽ മാറ്റാൻ സഹായിക്കുന്ന നല്ല അടിപൊളി ഒരു അണ്ടർ ഐ ക്രീമായിട്ടും അണ്ടർ ഐ പായ്ക്കായിട്ടും നമുക്ക് ഉപയോഗിക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഒത്തിരി എന്താ പറയുക എന്നും ഉണ്ടാക്കി തേക്കണ്ട, നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന ഒരു നല്ല ക്രീമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെന്താണ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളാണ് എൻ്റെ ഈ ഒരു വീഡിയോ മുമ്പോട്ട് എത്തിക്കുന്നത്. നമുക്ക് കിട്ടുന്ന അറിവുകളും റിസൾട്ടുകളും ഒക്കെ മറ്റുള്ളവർക്ക് എത്തട്ടല്ലേ. അപ്പം സന്തോഷത്തോടു കൂടി തന്നെ ഒരു ലൈക്ക് തരാനും മറന്നു പോകല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് സമയം കളയാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ആ ഒരു അണ്ടർ ഐ പായ്ക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അത് ഉണ്ടാക്കിയാൽ മാത്രം പോലെ അത് ഇടുന്നതും ഒക്കെ ആയിട്ടൊരു രീതിയുണ്ട്, അതും കൂടെ കാണണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ നിങ്ങൾ കാണും കേട്ടോ. വാ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക നമ്മുടെ റിങ്കിൾസ്, കണ്ണിന് ചുറ്റുമുള്ള ചുളിവുകൾ, പഫ്നെസ് എല്ലാം മാറ്റാനുള്ള നല്ലൊരു അണ്ടർ ഐ ക്രീമാണ് നിങ്ങൾക്ക് വേണ്ടി. അണ്ടർ ഐ പായ്ക്കും ക്രീമായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണ്. അതുപോലെ തന്നെ ഈ സാധനങ്ങളെല്ലാം ഇതിനകത്ത് വേണം, ഒന്നും മിസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ആദ്യം വേണ്ടത് ആവശ്യത്തിനുള്ള പാൽ. ഇത് നാടൻ പശുവിൻ്റെ പാലാട്ടോ, നിങ്ങൾക്ക് ഏത് പാലും വേണേൽ ഉപയോഗിക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാലാണെങ്കിലും കുഴപ്പമില്ല. ഇതെനിക്ക് നാടൻ പാൽ കിട്ടുന്നതുകൊണ്ട് ഞാൻ നാടൻ പാൽ തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു കോഫി പൗഡർ, 2 രൂപയുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് കുക്കുംബർ, ചെറിയ കുക്കുംബറല്ലേ, വെള്ളരിക്ക അല്ല, സലാഡ് കുക്കുംബറാണ്. ഇതൊരു 6 പീസ് തന്നെ വേണം കേട്ടോ. 6 പീസ് തന്നെ എടുക്കും. കുക്കുംബർ കുറച്ച് കൂടുതൽ വേണം, 6 പീസ് തന്നെ വേണം. പിന്നെ നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വലിയ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, പക്ഷേ ആവശ്യത്തിനനുസരിച്ച് മാത്രം എടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് കറ്റാർ വാഴ ജെല്ല്, ഇത് ഫ്രഷ് ജെല്ലാണ്. അപ്പോൾ ജെല്ല് എടുക്കാൻ അറിയത്തില്ലാത്തവരൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മുഖത്തും കണ്ണിന് ചുറ്റുമൊക്കെ ഇടാനുള്ള ജെല്ല് എപ്പോഴും എടുക്കുമ്പോൾ നമ്മുടെ കറ്റാർ വാഴ പീസ് ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് കുറേ നേരം ഒരു
10-25 മിനിറ്റോളം അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് അത്രയും നല്ലതാണ്. അതിൻ്റെ കറ മുഴുവൻ നന്നായിട്ട് പോകണം, അല്ലെങ്കിൽ നമുക്ക് ചൊറിയും, ഫേസൊക്കെ ചൊറിയും, കണ്ണൊക്കെ ചൊറിയും കേട്ടോ. അതും പിന്നെ നിങ്ങൾക്ക് അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് അലോവേര ജെല്ല് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വെള്ള കളറുള്ള അലോവേര ജെല്ല് പല ടൈപ്പിലും കിട്ടും. കളറൊക്കെ വേറെ കളറായിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത അലോവേര ജെല്ല് കിട്ടും. അതല്ലാതെ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. മറ്റേ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ അലോവേര ജെല്ല്, പ്യൂർ അലോവേര ജെല്ല് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടും. അത് വെള്ള കളറായിരിക്കും. അപ്പോൾ അത് വാങ്ങിച്ച് വെക്കുക. ചെറിയ ബോട്ടിൽ വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം പല കാര്യത്തിനും അലോവേര ജെല്ല് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്രഷ് അലോവേര ജെല്ലാണ്. എനിക്ക് അലർജി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രഷ് അലോവേര ജെല്ലാണ് എടുത്തേക്കുന്നത്. ഒരു ചെറിയ പീസ് ഇതുപോലെ വെള്ളത്തിൽ അരമണിക്കൂർ ഇട്ടതിന് ശേഷം കഴുകി അതിൻ്റെ ജെല്ലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ഈ അലോവേര ജെല്ലും അതുപോലെ തന്നെ ഈ ഒരു കുക്കുംബറിൻ്റെ പീസ് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പം ഞാനിത് രണ്ടും മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചുകൊണ്ട് വരട്ടെ. അപ്പം ഞാൻ നമ്മുടെ അലോവേര ജെല്ലും അതുപോലെ തന്നെ കുക്കുംബറും, നമ്മുടെ സലാഡ് കുക്കുംബറാണ് കേട്ടോ, അതും കൂടി അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ അരിച്ചെടുത്ത നീര് മാത്രം മതി. കാരണം നമുക്ക് ആ പീസും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് പോലും കിടന്നാൽ ശരിയാവില്ല. നല്ല ഫൈനായിട്ടുള്ളൊരു ക്രീം ഉണ്ടാക്കിയെടുക്കാനാണ്. ക്രീമായിട്ടും പായ്ക്കായിട്ടും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് എന്താ പറയുക, നമുക്ക് വളരെ കുറച്ച് ആ ഒരു ജ്യൂസ് കിട്ടുന്നത് മതി. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരിപ്പയിലോ തുണിയിലോ ഒക്കെ ഇട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. വൃത്തിയുള്ള അരിപ്പയും തുണിയും ഒക്കെ ആയിരിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു നമ്മുടെ ആ ഒരു കോൺഫ്ലവർ ഉണ്ടല്ലോ, അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ കട്ട കിട്ടും. അതുകൊണ്ട് ആദ്യം തന്നെ ഇത് നമ്മൾ ചെയ്ത് വെക്കണം. വളരെ കുറച്ച് വെള്ളം മതി കേട്ടോ. കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ഒരു വളരെ കുറച്ച്, ഏകദേശം പറയുവാണെങ്കിൽ ഒരു 1/4 ഗ്ലാസ് പാലുണ്ട് കേട്ടോ. 1/4 ഗ്ലാസ് പാലോളം ഉണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ഒരു കോൺഫ്ലവറിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അലോവേര ജെല്ലും കുക്കുംബറും കൂടെ അടിച്ചത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മതി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആയിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുക, ഗ്യാസ് ഓണാക്കാവുള്ളൂ, തീ ഓണാക്കാവുള്ളൂ കേട്ടോ. തീ കൂട്ടരുത്, തീ കുറച്ച് തന്നെ. ആദ്യം ഒരു മീഡിയം ഫ്ലെയിം വെച്ചൊന്ന് ചൂടായി വരുമ്പോഴത്തേനും തീ കുറയ്ക്കണം, കരിഞ്ഞു പോകരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ കുറുക്കിയെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കൂട്ടി കരിഞ്ഞു പോരുക. കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണവും നമുക്ക് കിട്ടത്തില്ല. നല്ല രീതിയിൽ നമുക്ക് ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ചാൽ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. അപ്പോൾ ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാം. കണ്ണിൻ്റെ ഡാർക്ക്നെസ് പോകാനായിട്ടും അതുപോലെ തന്നെ റിങ്കിൾസ് കുറയാനായിട്ടും ഒക്കെ നല്ലതാണ്. അതുപോലെ നമ്മുടെ ഈ കോൺഫ്ലവർ നമ്മുടെ ആ കണ്ണിനടിയിലുള്ള പഫ്നെസ് മാറ്റാനായിട്ടും സ്കിന്ന് ടൈറ്റ് ആകാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ്. കോഫി പൗഡർ ധാരാളം കൊളാജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചുളിവുകളും ഡാർക്ക്നെസ്സും ഒക്കെ മാറ്റാൻ നല്ലതാണ്. അതുപോലെ തന്നെ അലോവേര ജെല്ലിൻ്റെ ഗുണം അറിയാമല്ലോ, ഒത്തിരി നല്ലതാണ്. അപ്പോൾ അങ്ങനെ കുക്കുംബർ നമ്മുടെ കണ്ണിൻ്റെ കറുപ്പ് മാറ്റാനായിട്ടും ചുളിവ് മാറ്റാനായിട്ടും ഒക്കെ കുക്കുംബർ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചെറു ചൂടോടുകൂടിയാണ് ഞാനിപ്പോൾ ഇത് ഒത്തിരി ചെറിയ വെക്ക ചൂടുണ്ട്, അതിനകത്തേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 എണ്ണം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. 2 എണ്ണം ഒഴിച്ചു കൊടുക്കണേ. രണ്ടെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളിൻ്റെ ഓയിലില്ലേ, അതിനകത്തുള്ള ഓയിൽ നന്നായിട്ട് മിക്സ് ആവണം. പായ്ക്കെന്ന് വേണേൽ പറയാം. പായ്ക്കായിട്ടും ക്രീമായിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യണമെന്നും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിതൊരു നമ്മുടെ വീട്ടിലതുപോലൊക്കെയുള്ള പ്ലാസ്റ്റിക് ഡബ്ബകളെ കണ്ടല്ലോ, കണ്ടെയ്നർ കാണില്ല, ചെറിയ
അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉള്ളതുകൊണ്ട് വെള്ളമില്ലാത്ത കണ്ടെയ്നർ നോക്കിയിട്ട് എടുത്തു വെക്കുക കേട്ടോ. വെള്ളം വേണ്ട. അതുപോലെ തന്നെ ക്രീമിൻ്റെ ബേസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഓൺലൈനിലൊക്കെ. ക്രീമിൻ്റെ ബേസ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ക്രീമിൻ്റെ ബേസും കൂടെ ചേർത്ത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു അണ്ടർ ഐ ക്രീം നമുക്ക് കേടുകൂടാതെ കുറേ നാൾ 1-2 മാസത്തോളം ഉപയോഗിക്കാനായിട്ട് നമുക്ക് തയ്യാറാക്കി വെക്കാം. ഇത് നമുക്ക് വേറൊന്നും ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഒരാഴ്ച ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇതൊന്ന് ഇച്ചിരി ചൂടാണല്ലോ, അപ്പോൾ ഇനി തണുക്കാനായിട്ടൊന്ന്, ഇപ്പോൾ ഈ ശകലം ചൂടുണ്ടല്ലോ, അപ്പോൾ തണുക്കാനായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അതിന് ശേഷം ഞാൻ എങ്ങനെയാണ് ഇടുന്നതെന്നും അതിന് മുമ്പായിട്ട് എന്താ ചെയ്യേണ്ടതെന്നും ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ അണ്ടർ ഐ ക്രീമായിട്ടും പായ്ക്കായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ സാധനം നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. കാരണം ചെറിയൊരു തണുപ്പോട് കൂടി ഇടണം, ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഉണങ്ങിയ ഡബ്ബ എടുത്തിട്ടുണ്ട്, അതിനകത്താണ് ഇട്ട് വെച്ചിരുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് കണ്ണിന് അപ്ലൈ ചെയ്യുന്നത് കാണിക്കാം. ആദ്യമായിട്ട് നമുക്ക് കണ്ണിൻ്റെ അവിടെ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കണം, ഒന്ന് ക്ലെൻസ് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ക്ലെൻസ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നല്ല രീതിയിലൊന്ന് കണ്ണിന് ചുറ്റിനും ഒന്ന് ക്ലെൻസ് ചെയ്തെടുക്കുവാണേ. നല്ല തുടച്ച് മാറ്റുക. നമ്മളെപ്പോഴും ഏത് പായ്ക്കാണെങ്കിലും ഫേസിലാണെങ്കിലും കണ്ണിനടിയിലാണെങ്കിലും ഒക്കെ ഇടുമ്പോൾ നമ്മൾ നല്ലൊരു രീതിയിൽ വൃത്തിയാക്കിയിട്ട് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല ഇതുപോലെ ഇതൊരു ജെല്ല് രൂപത്തിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതിനകത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മോതിരയിൽ വെച്ചാണ് മസാജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് നല്ല രീതിയിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഈ മസാജ് നോക്കി വെച്ചോണം, കണ്ണിന് മാത്രമുള്ളൊരു മസാജാണിത്. അപ്പോൾ ഇങ്ങനെ ആദ്യമേ ഒരു 10 തവണ മസാജ് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ക്രീമോ ഒരു പായ്ക്കോ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു മസാജ് ചെയ്ത് കൊടുത്തിട്ട് പിന്നീട് അത് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് കിട്ടും. വളരെ സോഫ്റ്റായിട്ട് മസാജ് ചെയ്താൽ മതി, ഒത്തിരി പ്രഷർ ചെയ്ത് മസാജ് ചെയ്യേണ്ട. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുക. ആദ്യം ക്ലോക്ക് വൈസ്, പത്ത് തവണ, പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ്. കണ്ണടച്ച് പിടിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇത് കണ്ണിൻ്റെ റിങ്കിൾസ് കുറയാനായിട്ടും പഫ്നെസ് മാറാനായിട്ടും ഒക്കെ ഒരു നല്ല മസാജാണ്. ഇത് പിന്നെയും 10 തവണ നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വളരെ സോഫ്റ്റായിട്ടൊരു രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 10 പ്രാവശ്യം നമ്മൾ ആവർത്തിക്കണം. ഇത് നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുക. നമ്മളിങ്ങനെ വാലിട്ട് കണ്ണെഴുതുന്ന രീതിയില്ലേ, ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ഒരു മസാജ് കൊടുക്കുക. പത്ത് തവണ ചെയ്യുക. അതുപോലെ തന്നെ മേളിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ. ഇവിടുത്തെ റിങ്കിൾസൊക്കെ കുറയാനായിട്ട് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ മസാജ് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അപ്ലിഫ്റ്റ് ചെയ്ത ഈ ഒരു ഐബ്രോസിൻ്റെ അവിടെ ഒരു മസാജ് കൊടുക്കുക. കാരണം പെട്ടെന്ന് തന്നെ റിങ്കിൾസ് ഉണ്ടായിട്ട് ഇവിടം പെട്ടെന്ന് സാഗ് ചെയ്യും നമ്മുടെ കണ്ണിൻ്റെ ഇവിടം. അത് ചെയ്യാതിരിക്കാൻ വേണ്ടി, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു മസാജ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം മസാജ് ചെയ്യുന്ന കൂട്ടി നമ്മൾ ഈ ഒരു മസാജ് മസ്റ്റായിട്ടും കൊടുക്കണം. ഇതും ഒരു 10 വട്ടം ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ നമ്മുടെ ഈ ഒരു പായ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക.
അപ്പം നമ്മൾ ഒരുപാട് വെള്ളമില്ലാതെയാണ് ഇത് എടുത്തേക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ എടുത്തേക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതുപോലെ ഒരുപാട് വെള്ളമാകുമ്പം വെറുതെ ഒലിച്ചു പോകും. ഇത് ഇച്ചിരി തിക്കായിട്ട് ഒരു ജെല്ലി പരുവത്തിൽ പോലെ എടുക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ പിടിച്ചിരുന്നോളും. അപ്പം നമ്മളിങ്ങനെ പോവുകയാണെങ്കിലും, നമുക്ക് കൈ കൊണ്ട് പോവുകയാണെങ്കിലും വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ തേച്ച് കൊടുത്താൽ മതി. അപ്പം നല്ലൊരു പായ്ക്ക് രീതിയിൽ പിടിച്ചിരുന്നോളും. ഒരുപാട് വെള്ളമാവരുത്. വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ അതിനകത്ത് ഒലിച്ച് പോയിട്ട് നമുക്ക് റിസൾട്ടൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നല്ല രീതിയിൽ ആദ്യം ഇവിടെ ഒന്ന് തിക്കായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. മസാജ് കഴിഞ്ഞതിന് ശേഷം കണ്ണിനകത്തൊന്നും പോകാതെ ശ്രദ്ധിക്കണം. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലെ കണ്ണിൻ്റെ പുറത്തും ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. ചിലർക്ക് ഈ കൺപോളകളിലൊക്കെ നല്ല കറുപ്പ് കാണുമല്ലോ, അപ്പോൾ അതൊക്കെ മാറാനായിട്ട് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ നല്ല രീതിയിൽ തിക്കായിട്ട് തേച്ച് പിടിപ്പിക്കുന്നത് അവിടെ ഇങ്ങനെ പിടിച്ചിരുന്നോളും. മറ്റേ നമുക്ക് ഒരുപാട് രീതിയിൽ ലൂസ് ആവുകയാണ് എന്താണ് ഇങ്ങനെ ഒലിച്ചിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. മെയിനായിട്ട് കണ്ണിൻ്റെ അവിടെ കേൾക്കുമ്പോൾ അങ്ങനെയല്ല, ഒഴുകി ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒഴുകി ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത കൂട്ടും കാര്യങ്ങളും ആ ഒരു കോൺഫ്ലവറൊക്കെ കറക്റ്റ് രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ അതിന് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം ആ ഒരു തിക്കായിട്ട് ഒത്തിരി കട്ടയായും പോകരുത്, എന്നാലേ ഒരു തിക്കായിരിക്കണം, ഒലിച്ച് പോകാത്ത രീതിയിൽ ഇതുപോലൊരു ജെല്ല് രൂപത്തിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ രീതിയിൽ ഇടുവാണെങ്കിൽ അതിങ്ങനെ പിടിച്ചിരുന്നുള്ളൂ, ഒരു കുഴപ്പവും ഇല്ലാതെ. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ തേച്ച് കഴിഞ്ഞിട്ട് ഒരു 25 മിനിറ്റോളം കണ്ണിലവിടെ വെച്ചേക്കണം. പണിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. മെയിനായിട്ട് കണ്ണിനുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. മുഖത്തൊക്കെ നമുക്ക് തേച്ചിട്ടിരിക്കാം, പക്ഷേ കണ്ണിൻ്റെ ഇവിടെയൊക്കെ ആകുമ്പം വെറുതെ നമ്മൾ TV കാണുന്ന സമയത്തോ ഒക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളത് തേച്ചിട്ടിരിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കുക്കുംബറിൻ്റെ, അതായത് നമ്മുടെ സലാഡ് കുക്കുംബറിൻ്റെ ഒരു 2 പീസ് കട്ട് ചെയ്ത് കണ്ണിൻ്റെ മേളിലൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ സൂപ്പർ റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പും ആ ഒരു ചുളിവും മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് ഡെയിലി കണ്ണിന് കറുപ്പുള്ളവരും ഇപ്പോൾ കറുപ്പില്ലാത്തവരൊക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സാധാരണ ചെറിയ രീതിയിലൊക്കെ ഷെയ്ഡ് വരുന്നത് നിങ്ങൾക്ക് 1-2 ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്തു പോയാൽ മതി. നല്ല രീതിയിൽ നിങ്ങൾക്ക് കണ്ണിന് കറുപ്പുണ്ടെങ്കിൽ നിങ്ങളിത് ഡെയിലി ചെയ്തു പോകണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ഈ പഫ്നെസ്സും അതുപോലെ തന്നെ പിന്നെ ചുളിവുകളും ഒക്കെ മാറാനായിട്ട് നല്ലൊരു പായ്ക്കും ജെല്ലിയായിട്ടും ക്രീമായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. രാത്രി കിടക്കാൻ നേരത്തെ വേണം ഇട്ട് കിടക്കാം, അതിൻ്റെ ആവശ്യമില്ല. ഒരു 25 മിനിറ്റ് നിങ്ങൾ ഇതുപോലെ കണ്ണിൽ വെച്ചാൽ മതി. ഇത് നമുക്ക് ഫേസിൽ വിട്ട് കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കണ്ണിന് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അതിനുശേഷം നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ അങ്ങ് കഴുകിക്കളഞ്ഞിട്ട് കിടന്നുവെച്ചാൽ മതി. അപ്പോൾ പിന്നെ നിങ്ങളിത് കഴുകി കളഞ്ഞിട്ട് വേണം ജസ്റ്റ് ഒന്ന് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. കണ്ണിന് മുഖത്ത് മൊത്തം ഇടുമ്പോൾ കണ്ണിൻ്റെ അവിടെയും കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കിടന്നുവെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാനും മറക്കല്ലേ. എല്ലാവരും ഈ കാര്യം റൊട്ടീനായിട്ട് ചെയ്യണം. ചെയ്തിട്ട് റിസൾട്ട് മസ്റ്റായിട്ട് തന്നെ അറിയിക്കണം. അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.